മണമില്ലാത്ത പ്രോഡക്റ്റ് വാങ്ങുന്നത് കൊണ്ട് സാധാരണ മണമുള്ള പ്രോഡക്റ്റുകൾ പോലെ തന്നെ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ഒരിക്കലും ബ്രാൻഡ് ചെയ്യത്തില്ല. ഓക്കെ, പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. അതിനകത്ത് മണമുണ്ടോ, കെമിക്കൽ കോമ്പോസ്റ്റ് ഇവർ ഈ പറയുന്നൊന്നുമല്ല. ബിക്കോസ് ആ ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റിൽ അവർക്കൊരു 1% വരെ സ്റ്റിറോയിഡ് ആഡ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഉണ്ട്. അതിൽ കൂടുതലായാൽ മാത്രമേ അവർക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം ഏറ്റവും എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ സെയിം തന്നെയാണ്, സയന്റിഫിക് ഡേറ്റാബേസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഈ എല്ലാ പ്രോഡക്റ്റിനും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. പ്രോഡക്റ്റ് എന്നല്ല, നമ്മുടെ കൺസേൺ. നമുക്കിപ്പം ഭക്ഷണവും വെള്ളമൊക്കെ വേണമെങ്കിൽ മാത്രമേ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുള്ളൂ. ഇത് തന്നെയാണ് സ്കിന്നിൻ്റെ കാര്യത്തിൽ. നമുക്കത് വേണമെന്നുള്ളതാണ്. എല്ലാവരും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന, ഈ സെലിബ്രിറ്റി യൂസ് ചെയ്യുന്ന എന്നും വെച്ച് ഞാനും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്കത് വേണം, എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതെന്ത് കൺസേൺ, അതാണ് എൻ്റെ അടുത്ത് ചോദിക്കുക. ഒരു പ്രോഡക്റ്റിനെ പറ്റി ചോദിക്കുന്നതിനേക്കാളും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുന്നത്.